നൂർനി ഇൻഫോടെക്കിന്റെ പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പൈത്തണിലെ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയ numpy, scipy, matplotlib, NLTK ഇതെല്ലാത്തിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൈത്തണിൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്തിനാണ് ആവശ്യം? സിമ്പിൾ ഫീച്ചേഴ്സ് കൊണ്ട് സിമ്പിൾ പ്രോഗ്രാംസ് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ഫാസ്റ്റർ കാൽക്കുലേഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമാണ്. കോഡിംഗ് എഫേർട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പൈത്തൺ ലൈബ്രറീസ് റെഡിമെയ്ഡ് ഫങ്ഷൻസ് ആൻഡ് ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടൂൾസ് AI, ഡാറ്റ സയൻസ്, റിസർച്ച്, ബിസിനസ് അനാലിറ്റിക്സ് എന്നിവയിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. പൈത്തണിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് ടൂൾസ് ആണ് numpy, scipy, matplotlib, NLTK എന്നിവ. ഈ ടൂൾസിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇത് നമ്മളുടെ ഡെവലപ്മെൻറ്റ് സ്പീഡാക്കും, അതുപോലെ പെർഫോമൻസ് ബെറ്റർ ആക്കും, ഡാറ്റ അനാലിസിസ് ഈസി ആക്കും, അതുപോലെ പ്രൊഫഷണലായിട്ട് എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. numpy അല്ലെങ്കിൽ ന്യൂമറിക്കൽ പൈത്തൺ നമ്മൾ ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങിനാണ് യൂസ് ചെയ്യുക. ഇത് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അറേ ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യും. numpy മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇത് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയ്ക്കാണ് യൂസ് ചെയ്യുക. numpyൻ്റെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിന് മുൻപ് numpyൻ്റെ ലൈബ്രറി ആദ്യം നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് ആണ് ഇമ്പോർട്ട് numpy. അത് നമ്മളൊരു ഏലിയാസ് യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് numpy ആസ് np. numpyൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം numpy എന്നുള്ള ലൈബ്രറിനെ np എന്നുള്ള ഏലിയാസ് കൊടുത്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനാണ് ഇമ്പോർട്ട് numpy ആസ് np എന്ന് കൊടുത്തിരിക്കുന്നത്. numpy യൂസ് ചെയ്തിട്ട് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് ആണ് np.array_of എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ അറേൻ്റെ എലമെൻറ്റ്സ് കൊടുക്കുക. അറേ എന്നുള്ളതൊരു ഡാറ്റ ടൈപ്പാണ്, ലിസ്റ്റ് പോലെ. അത് arr എന്നുള്ള ഒരു വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ അറേ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഈ അറേൻ്റെ ഉള്ളിലുള്ള എല്ലാ വാല്യൂസും കൂടി ഉള്ളതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് np.sumOf എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അറേൻ്റെ വേരിയബിൾ കൊടുത്തു. അതാണ് ഇവിടെ അറേനെ പേര് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ അറേൻ്റെ ഉള്ളിലുള്ള ഈ 4 എലമെൻറ്റ്സ്, അത് 10, 20, 30, 40 ഇത് എല്ലാത്തിൻ്റെയും സം ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ അറേ ഇവിടെ കിട്ടുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മളുടെ സമ്മും ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് numpy യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള പല മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനും ഫോർമുലാസിനൊക്കെ നമുക്ക് numpy യൂസ് ചെയ്യാവുന്നതാണ്. സയൻറ്റിഫിക് പൈത്തൺ അല്ലെങ്കിൽ scipy എന്നുള്ള ലൈബ്രറി numpyൻ്റെ ടോപ്പിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ്, ഒപ്റ്റിമൈസേഷൻ, റിസർച്ച് ഇതെല്ലാത്തിനും scipy യൂസ്ഫുൾ ആണ്. scipyൻ്റെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് scipy ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് ആണ് ഇമ്പോർട്ട് scipy. scipy മൊഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ scipy മൊഡ്യൂളിൽ നിന്ന് കോൺസ്റ്റൻസ് എന്നുള്ള മെത്തേഡിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഫ്രം scipy ഇമ്പോർട്ട് കോൺസ്റ്റൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റൻസ് ഡോട്ട് പൈ എന്ന് പറഞ്ഞാൽ പൈൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പൈൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. കോൺസ്റ്റൻസ് ഡോട്ട് സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ വാല്യൂ ഓഫ് പൈ എന്ന് പറഞ്ഞ പൈൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് scipy മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ അതിനുള്ളിലുള്ള ഓരോരോ മെത്തേഡ്സും വേരിയബിൾസും നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. matplotlib ഡാറ്റ വിഷ്വലൈസേഷൻ ആണ് യൂസ് ചെയ്യുക. അതായത് ചാർട്ട്സ്, ഗ്രാഫ്സ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇത് വിഷ്വലൈസേഷനും ഡാറ്റ ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ റിപ്പോർട്ട്സ്, ഡാറ്റ അനാലിസിസ് ഇതെല്ലാം ഉണ്ടാക്കാനാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. matplotlib യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് ആണ് ഇമ്പോർട്ട് matplotlib. matplotlibൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം matplotlibൻ്റെ ഉള്ളിലുള്ള pyplot എന്നുള്ള മെത്തേഡിനെ ഇമ്പോർട്ട് ചെയ്യാനാണ് ഇമ്പോർട്ട് matplotlib ഡോട്ട് pyplot എന്ന് കൊടുത്തിരിക്കുന്നത്. അത് PLT എന്നുള്ള ഏലിയസ് നെയിമിൽ ഇമ്പോർട്ട് ചെയ്യാനാണ് ആസ് PLT എന്നതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനുള്ള എക്സ് ആക്സിസിൻ്റെ വാല്യൂസ് ആണ് ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ മാപ്പിന് ആവശ്യമുള്ള വൈ ആക്സിസിൻ്റെ വാല്യൂസും ഒരു ലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഒരു ലൈൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് ആണിത്. plt.plot(x, y). എക്സ് എന്നുള്ളത് നമ്മുടെ എക്സ് ആക്സിലുള്ള വാല്യൂസ് എല്ലാമുള്ള വേരിയബിൾ ആണ്. വൈ എന്നുള്ളത് വൈ ആക്സിസിലുള്ള എല്ലാ വാല്യൂസും ഉള്ള വേരിയബിൾ ആണ്. അതിനാണ് ഇവിടെ എക്സ്, വൈ എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ PLT എന്നുള്ളത് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മൊഡ്യൂളിന് കൊടുത്തിരിക്കുന്ന ഏലിയാസ് നെയിം ആണ്. സോ ഇങ്ങനെ ഇവിടെ ലൈൻ ഗ്രാഫിന് ഡ്രോ ചെയ്യാനുള്ള സിൻടാക്സ് ആണിത്. ഇനി ഡ്രോ ചെയ്ത ഗ്രാഫ് നമുക്ക് കാണണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് plt.showOff എന്നുള്ള സിൻടാക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത ഗ്രാഫ് നമ്മൾക്ക് കാണും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് നമ്മളുടെ ലൈൻ ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഇവിടെ 1 2 3 4 ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വാല്യൂസ് ഉണ്ട്. വൈ ആക്സിസിലുള്ള വാല്യൂസ് ഇവിടെ ഉണ്ട്. അതിനനുസരിച്ചാണ് ഇവിടെ ഗ്രാഫ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഏത് സ്ഥലത്ത് പോയിന്റ് വെച്ചാലും ആ നമ്മൾ മൗസ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ വാല്യൂസ് ഈ ഒരു ഗ്രാഫിൻ്റെ വിൻഡോയിൽ ബോട്ടം റൈറ്റ് കോർണറിൽ കാണാൻ പറ്റും. എക്സും വൈൻ്റെയും വാല്യൂസ് നമ്മളിങ്ങനെ ലൈനിലൂടെ നീങ്ങുമ്പോൾ ആ വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ matplotlib യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. NLTK അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ് ഒരു ലാംഗ്വേജ് ടൂൾ ബോക്സ് ആണ്. ഇത് കമ്പ്യൂട്ടറിന് ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. NLTK കമ്പ്യൂട്ടറിനെ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മീനിങ്സ് എല്ലാം മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും, ഹ്യൂമൻ ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. NLTK യൂസ് ചെയ്ത് ടെക്സ്റ്റ് പ്രോസസ്സിംഗ് ടാസ്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ കുറച്ച് ടാസ്ക്കാണ് ടോക്കണൈസേഷൻ എന്ന് വെച്ചാൽ സെൻറ്റൻസിനെ വേർഡ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. പിന്നെ വേർഡിൻ്റെ മീനിങ്സും പാറ്റേൺസും ഫൈൻഡ് ചെയ്യുക. ഈസ്, ദ, ആൻഡ് അങ്ങനെയുള്ള സ്റ്റോപ്പ് വേർഡ്സിനെല്ലാം റിമൂവ് ചെയ്യുക. സ്റ്റെമ്മിങ് ആൻഡ് ലെമറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഓരോരോ വേർഡ്സിനെയും അതിൻ്റെ റൂട്ട് വേർഡായിട്ട് റെഡ്യൂസ് ചെയ്യുക. ലാസ്റ്റാണ് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ സ്പാം ഡിറ്റക്ഷൻ, സെൻറ്റിമെൻറ്റ് അനാലിസിസ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലെല്ലാം നമ്മൾ NLTK യൂസ് ചെയ്യുന്നതാണ്. NLTKൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. NLTK യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലൈബ്രറിനെ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അതാണ് ഇവിടെ ഇമ്പോർട്ട് NLTK. NLTK ലൈബ്രറിയിൽ നിന്ന് വേർഡ് ടോക്കണൈസ് എന്നുള്ള മെത്തേഡിനെ ഇമ്പോർട്ട് ചെയ്യാണ്. സോ നമ്മൾ അതിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രം NLTK.tokenize import word tokenize. സോ NLTKൻ്റെ ഉള്ളിൽ ടോക്കനൈസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വേർഡ് ടോക്കനൈസ് എന്നുള്ള മെത്തേഡ് ഉള്ളത്. NLTK ലൈബ്രറിന് ചില NLP ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ ടാസ്ക്സ് പെർഫോം ചെയ്യാൻ അഡീഷണൽ ആയിട്ടുള്ള ഫയൽസ് ആവശ്യം വരും. അങ്ങനെ ഒരു ഫയലാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സിൻടാക്സ് കൊടുത്തിരിക്കുന്നത്. അത് NLTKൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും, പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതിനാണ് NLTK.downloadoff എന്ന് പറഞ്ഞ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഏത് ഫയലാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഫയൽ കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫയൽ ഒരു പ്രീ ട്രെയിൻഡ് ടോക്കനൈസർ മോഡലാണ്. ഇത് ഒരു ടെക്സ്റ്റിനെ എങ്ങനെയാണ് സെൻറ്റൻസസ് ആൻഡ് വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ NLTKനെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട നമ്മുടെ സെൻറ്റൻസ് ആണ് പൈത്തൺ ഈസ് ഈസി ടു ലേൺ. അതിന് ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണം. വേർഡ് ടോക്കനൈസ് ഓഫ് എന്നുള്ള മെത്തേഡ് സെൻറ്റൻസസിനെ ഇൻഡിവിജ്വൽ വേർഡ്സ് അല്ലെങ്കിൽ ടോക്കൺസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. സോ നമ്മൾ വേർഡ് ടോക്കനൈസ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏത് ടെക്സ്റ്റിനെയാണോ അല്ലെങ്കിൽ ഏത് സെൻറ്റൻസിനെയാണോ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. സോ നമ്മൾ ടെക്സ്റ്റ് എന്ന് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഔട്ട്പുട്ട് ഈ വേർഡ് എന്നുള്ള വേരിയബിളിൽ ഒരു ലിസ്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അതായത് ഒരു സെൻറ്റൻസിലുള്ള ഓരോരോ വേർഡ്സും ലിസ്റ്റിൻ്റെ ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് വേർഡ്സിൽ സ്റ്റോർ ആവും. ആ ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണിത് പ്രിൻ്റ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ആദ്യം ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ലിസ്റ്റ് പ്രിൻ്റായി വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മളുടെ ഓരോരോ വേർഡ്സും നമുക്ക് സെപ്പറേറ്റ് എലമെൻറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് NLTK യൂസ് ചെയ്ത് വേർഡ് ടോക്കനൈസ് ചെയ്യുക. ആനാക്കൊണ്ട എന്നുള്ളത് പൈത്തൺ പ്രോഗ്രാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രീയും ഓപ്പൺ സോഴ്സുമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത NumPy, SciPy, Matplotlib എന്നുള്ള ലൈബ്രറീസ് എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരും ആനാക്കൊണ്ടയിൽ. ആനാക്കൊണ്ട ബിഗിനേഴ്സിന് ഇൻസ്റ്റാളേഷനും സെറ്റപ്പും എല്ലാം വളരെ ഈസി ആക്കും. പാക്കേജസും എൻവിറോൺമെൻറ്റ്സും എല്ലാം മാനേജ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇതിൽ ഡിഫറെൻറ്റ് പ്രോജക്ട്സിനുള്ള സെറ്റപ്സ് എല്ലാം ഉണ്ട്. ആനാക്കൊണ്ടയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ പാക്കേജസും കാണാം. കോണ്ട ലിസ്റ്റ് എന്നുള്ള സിൻടാക്സ് യൂസ് ചെയ്താൽ മതി. ഈ ട്യൂട്ടോറിയൽ നമ്മൾ പൈത്തണിലെ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയ NumPy, SciPy, Matplotlib, NLTK ഒക്കെ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കി, അതേപോലെ ആനാക്കൊണ്ട എന്താണെന്നെല്ലാം നോക്കിയല്ലേ. നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നന്ദി. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ക്വാളിറ്റി ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യണോ? അതോ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സെൻറ്ററിൽ ജോയിൻ ചെയ്യണോ?
എന്തിന് കോംപ്രമൈസ് ചെയ്യണം? വേൾഡ് ക്ലാസ് ട്രെയിനിങ്ങിനോടൊപ്പം ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഇന്ന് തന്നെ നൂറണി ഇൻഫോടെക്കിൽ ജോയിൻ ചെയ്യൂ.